ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷം. ഇന്നലെയും രൂക്ഷമായ മിസൈൽ വർഷം. ഇറാനിൽ മരണം 400 കടന്നു. ഇസ്രായേലിലും കനത്ത ആക്രമണം. അമേരിക്കയുടെ പരോക്ഷ സഹായമുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇരു രാജ്യങ്ങളോടും ബഹുമാനമെന്ന് ട്രംപ്. ആക്രമണം രൂക്ഷമായതോടെ ആശങ്കയിൽ ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് എംബസിക്ക് കത്തയച്ചു. കുടിവെള്ളവും ഭക്ഷണവുമില്ലെന്ന് പരാതി. നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് എംബസി. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ റെഡ് അലേർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞു. ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിനും സാധ്യത. മരം വീണ് താറുമാറായ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലേക്ക്. ബുധനാഴ്ച വരെ കനത്ത മഴ തുടരും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 11 കോവിഡ് മരണം. 7 എണ്ണവും കേരളത്തിൽ. സംസ്ഥാനത്ത് ആക്റ്റീവ് കേസുകൾ 2007. ഇന്നലെ മാത്രം ചികിത്സ തേടിയത് 102 പേർ. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം. അവസാന മണിക്കൂറുകളിൽ പ്രചാരണം ടോപ്പ് ഗിയറിലാക്കി LDFും UDFും. യൂസഫ് പഠാൻ വന്നതോടെ അൻവർ ക്യാമ്പും ആവേശത്തിൽ. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം മുഖ്യവിഷയമാക്കി ഇടതുപക്ഷം. പെൻഷൻ കൂടുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടും ഏറ്റെടുക്കാതെ പ്രതിപക്ഷം. സംസ്ഥാനത്ത് പുതുക്കിയ സ്കൂൾ പ്രവൃത്തി സമയം ഇന്ന് മുതൽ. 8 മുതൽ 10 വരെ ക്ലാസുകൾ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. പുതുക്കിയ സമയക്രമം നടപ്പാക്കുന്നത് മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. കടലിൽ കത്തിയ കപ്പലിൽ നിന്നുള്ള സേഫ്റ്റി ബോട്ടിന് പിന്നാലെ ടാങ്കറും തീരത്തടഞ്ഞു. ടാങ്കർ കണ്ടെത്തിയത് അമ്പലപ്പുഴ വളഞ്ഞവഴി തീരത്ത്. ഗ്യാസ് ടാങ്കർ ആണെന്ന സംശയത്തിൽ പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ സ്വർണ്ണമാല കാണാനില്ല. പോസ്റ്റ്മോർട്ടം ഇന്ന്. 2 അയൽവാസികൾ പിടിയിൽ.